എല്ലാ ലോകരാജ്യങ്ങളും തൻ്റെ കാൽ കീഴിലാകണം എന്നൊക്കെയാണ് ട്രംപിൻ്റെ ആഗ്രഹം. പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാക് ഈ ഒരു സംഘർഷം പോലും ട്രംപ് മുതലെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാലസ്തീനിലോട്ടാണ് പുള്ളിയുടെ നോട്ടം. ഇനി അതൊരു രാജ്യമാക്കണമെന്നുള്ള വല്ല തീരുമാനത്തിലും എങ്ങാനും എത്തും. ട്രംപിൻ്റെ മിക്ക ലോകരാജ്യങ്ങളും ട്രംപിനട്ടുള്ളത് തന്നെയാണ്. അതിലല്ലാതെ പറയാവുന്നതായിട്ട് റഷ്യ, നോർത്ത് കൊറിയ, ചൈന, ഒരു പരിധിവരെ ക്യൂബ ആൻഡ് ഇന്ത്യ. ബാക്കി എല്ലാ രാജ്യങ്ങളും ട്രംപ് ഇതിനപ്പം നടക്കുന്നില്ല. ഇസ്രായേൽ എന്ന് വെച്ചാൽ ബേസിക്കലി അമേരിക്കയാണ്. അപ്പം അതായത് ട്രംപല്ല, അമേരിക്കൻ പ്രസിഡന്റ് ആരായാലും അമേരിക്കയാണ്, വ്യക്തിയല്ല ഇവിടെ പ്രധാനം. അമേരിക്ക ഇപ്പം രജനിയാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ രജനിക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് പറയും, അമേരിക്കൻ പ്രസിഡൻ്റാണ്, അമേരിക്കയിൽ ജനിക്കണം, ഇന്ത്യ പോലല്ല, അവിടെ ജനിക്കേണ്ടിയിരുന്നു. അർണോൾഡ് ഷ്വാസ്നഗറിന് അതുകൊണ്ടാണ് പറ്റാതിരുന്നത്. അർണോൾഡ് ഷ്വാസ്നഗർ ഓസ്ട്രിയക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് കാലിഫോർണിയ ഗവർണറായി. ഇത്രേ പറ്റുള്ളൂ. അപ്പം ട്രംപിൻ്റെ ഒരു കാര്യം വെച്ചാൽ ട്രംപ് ബേസിക്കലി ഭ്രാന്തന്മാരാണ്. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭ്രാന്തന്മാരാണ്. അങ്ങനെ ഭ്രാന്തന്മാർ ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സായി ചിന്തിക്കും. പിന്നെ ഈ ഭ്രാന്തന്മാർക്ക് അവർ മരിച്ചതിന് ശേഷം ലോകം അവരെ പറ്റി ഓർക്കണമെന്നുണ്ടാവും. അതൊക്കെയാണ് ഭ്രാന്തന്മാരുടെ ഒരു പ്രത്യേകത. നിങ്ങൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ഭരണാധികാരി ഭ്രാന്തന്മാരാണ്, ഒന്നല്ല വിധാനത്തിലുള്ള ഭ്രാന്തന്മാരായിരിക്കും. അപ്പോൾ ട്രംപ് ആ രീതിയിൽ ഭ്രാന്തനാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പലസ്തീൻ പ്രശ്നം തീർക്കുന്നുണ്ട്. പലസ്തീൻ പ്രശ്നം തീർന്നാൽ ലോകത്തിലെ തീവ്രവാദം, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീതീകരണം നഷ്ടപ്പെടും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കാരണം ഈ പലസ്തീൻ തീവ്രവാദത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്താണെന്ന് പറയുക, 2000 വർഷമായിട്ട് അവിടെ താമസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളെ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അതിന് 2000 വർഷം മുമ്പ് അവിടെ താമസിച്ചിരുന്ന ആളുകളെന്ന് വന്നിട്ട് ഒരു വിഭാഗം വന്നിട്ട് ആ വിഭാഗത്ത് ഓടിപ്പിച്ച് ഇവരുമല്ല, ആ വിഭാഗത്ത് ഓടിച്ച വേറെ ആളുകളാണ്. ഓടിപ്പിച്ച ആളുകളെ തോളിൽ നിന്നുകൊണ്ട് ഇവരെ ഓടിപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രശ്നം. അത് അമിക്കബിളായി സെറ്റിൽ ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ അമിക്കബിളായി സെറ്റിൽ ചെയ്തില്ല. അന്നത്തെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അവിടെ കിടന്ന് കളിച്ചു. യൂതന്മാർക്ക് ഒരു രാജ്യം വേണ്ടിയിരുന്നു, പക്ഷേ അതൊരു സംഘർഷമില്ലാതെ വേണ്ടിയിരുന്നു ഉണ്ടാക്കാൻ. പക്ഷേ സംഘർഷത്തിൻ്റെ വഴിക്ക് അത് പോയി. അപ്പോൾ രജനി താമസിക്കുന്ന വീട്ടിൽ ഒരാൾ വന്ന് 200 വർഷം മുമ്പ് ഈ ഭൂമി ഞങ്ങളതാണ്, ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചാണ് നിങ്ങൾ വിട്ടു, രജനി വിട്ടുകൊടുക്കൂ. ആലോചിച്ച് നോക്ക്. അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അല്ല, പലപ്പോഴും ഇപ്പം നമ്മളുടെ ഇന്ത്യ പാക് സംഘർഷത്തിലും ട്രംപ് കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ അതിവേഗമായിരുന്നു ഇത് സംഭവിച്ചത്. പക്ഷേ ട്രംപ് ഇടപെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷെ പലസ്തീൻ വിഷയത്തിൽ പലപ്പോഴും ഇപ്പം ഇടപെടും, ഇപ്പം വെടിനിർത്തലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം യുദ്ധം അവസാനിക്കുക എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ല വിഷയം. ഇന്ത്യയും പാകിസ്ഥാനും ട്രംപിന് അങ്ങനെ അല്ല, അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ള അവരുടെ ചങ്ക് ബ്രദറോ അല്ല ചങ്ക് ശത്രുവോ ഒന്നല്ല. ഇസ്രായേൽ അവരുടെ ചങ്ക് ബ്രദറാണ്. ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല അതിൽ നീതി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ അല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, 2000 വർഷം മുമ്പ് ഈ ഭൂമി ഞങ്ങളുടെ ഒരാൾ വന്ന് രജനി എന്ത് ചെയ്യും ആലോചിച്ചു. ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി കൈയടിക്കുന്ന ആളുകളുണ്ട്. ഇവരെങ്ങനെ കൈയടിക്കുന്നത്? നമ്മൾ വേൾഡ് കപ്പിൽ നമുക്ക് ഏതായാലും കിട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രസീലിനും അർജൻറ്റീനയ്ക്ക് വേണ്ടി കൈയടിക്കും. അപ്പോൾ ഇസ്രായേൽ ശക്തനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇസ്രായേലിൻ്റെ കൂടെ കൈയടിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളുള്ള ദേഷ്യം വെച്ചിട്ട് നമ്മൾ നീതിപൂർവമായി ചിന്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ക്ലൈം അല്ല. പക്ഷെ പലപ്പോഴും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ലേ, തിരിച്ചങ്ങോട്ട് ഉള്ളൊരു ഇസ്രായേൽ എപ്പം വിട്ടുകൊടുത്തു? ഇസ്രായേൽ വിട്ടും കൊടുത്തിട്ടില്ല. ഇസ്രായേൽ ഉള്ളത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറബികൾക്ക് പറ്റിയ UN ഇടപെട്ടിട്ട് 60-40 എന്ന് പറഞ്ഞുകൊണ്ടൊരു സൊല്യൂഷൻ കൊണ്ടുപോകും. അറബികൾ അംഗീകരിച്ചില്ല. അവരന്ന് ഇസ്രായേൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അന്ന് അറബികൾ അത് അംഗീകരിച്ചിട്ട് 40% 2 അറബി രാജ്യം വരെ മറ്റേ അവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അറബികൾക്ക് ഒരുപാട് അബദ്ധം പറ്റി. അതിന് മുമ്പ് UN പറഞ്ഞു 60 നിങ്ങൾക്ക് തരാം, 40 അവർ കൊടുക്കാം. ഈ 40 ഫലഭൂഷ്ടമായ പ്രദേശം, 60 മരുഭൂമിയാണ്. ജൂതന്മാർ രണ്ടും മേടിക്കാൻ തയ്യാറായത്. ഞങ്ങൾക്ക് അതായാലും മതി. പക്ഷേ അറബികൾ രണ്ടും തയ്യാറാവുന്നില്ല. അപ്പോൾ ഫലഭൂഷ്ടമായ പ്രദേശമാണ് അറബികൾക്ക് കൊടുത്തത്. പ്രശ്നം ഉണ്ടാക്കേണ്ട വിചാരിച്ചു. പക്ഷേ അവന്മാർക്ക് അതാണ് അവന്മാർക്ക് പറ്റിയത്, മണ്ടത്തരം. നമ്മുടെ ആളുകൾക്ക് സ്ഥിരം ഇങ്ങനെ മണ്ടത്തരം പറ്റുള്ളൂ. സമയത്ത് ഒരു തോന്നില്ല. പിന്നെ തോന്നുമ്പോഴേക്ക് കാര്യം മാറിയിട്ടുണ്ടാവും. പിന്നെ മറ്റേ വേണമെന്നേ കിട്ടൂ. അതാണ് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ട്രംപിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ട്രംപ് ഈ പ്രശ്നം തീർക്കണമെന്നുണ്ട്. അപ്പോൾ തീർക്കാൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം അവർ ചെയ്ത് അങ്ങേരുടെ മരുവനെ പിടിച്ചിട്ട്, അങ്ങനെ മരുവൻ ജൂതനാണ്, കെച്ചനം. ട്രംപ് അങ്ങനെ വളരെ സെക്യുലറാണ്, ജൂതനാണ് മരുവാൻ. അപ്പോൾ മരുവാനെ പിടിച്ചിട്ട് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ചുമതല കൊടുത്തു. അപ്പോൾ മരുവാൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അവിടെ ഒരു എബ്രഹാമിക് അക്കോർഡ് ഉണ്ടാക്കിയത്. എബ്രഹാമിക് അക്കോർഡ് ഞങ്ങൾ 3 മതങ്ങളുണ്ട്, ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം, ബേസിക്കലി ഒരു സ്ട്രീമിൽ നിന്നാണ്.
അതേപോലെ തന്നെ ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം. അത് ഇപ്പോൾ യുവാഞ്ചലിക്ക ക്രിസ്ത്യാനികൾ പറയും ഒരു ബന്ധമില്ല, അങ്ങനെ എന്നാ പറയും. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രവും ഇവർ പറയുന്ന കഥകളും നിങ്ങൾ എടുത്തു നോക്കി. എബ്രഹാം തന്നെയാണ് അബ്രഹാം തന്നെയാണ് ഇപ്പോൾ. ഈ തീവ്ര മുസ്ലിങ്ങൾ പറയും അബ്രഹാം അല്ല ഇബ്രാഹിം എന്ന് പറയും, ഞങ്ങളെ പ്രവാചകൻ വേദമാണ്. ഈ തീവ്ര ക്രിസ്ത്യാനികൾ പറയും ഇബ്രാഹിം അല്ല അബ്രഹാം എന്ന് പറയും. അത് നമ്മൾ നോക്കണ്ട, നമുക്ക് വായിച്ചാൽ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് ബൈബിളും ഖുർആനും എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവരുടെ മെയിൻ ഹിസ്റ്ററി ഏതാണ്ട് ഒരുപോലെയാണ്, പല ക്യാരക്ടേഴ്സും അതിലും ഇതിലൊക്കെ ഒരേപോലെ തന്നെയാണ്, സ്റ്റോറീസ് ഏകദേശം ഒരേപോലെയാണ്. നമുക്കറിയാം, കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. ഈ മണ്ടമായിട്ട് നമ്മൾ ഒന്നുകിൽ മണ്ടനല്ലേ വിഷം, ഇപ്പം നമ്മൾ വാദിക്കാൻ പാടില്ല. എൻ്റെ മുസ്ലിങ്ങൾക്കും ഇവരുടെ ട്രഡീഷൻ മുസ്ലിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ എന്നോട് വല്ല മുസ്ലിം ചോദിക്കും നീ എന്തിനാണ് ഇത് വാദിക്കാൻ പോകുന്നത്, നമുക്കെന്തിനാണ് അവരെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ചരിത്രം നോക്കുന്നുള്ളൂ. ചരിത്രത്തിൽ ഇത് ബേസിക്കലി ഒന്നാണ്. പിന്നെ ഈ ജൂതന്മാർ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് ജൂതന്മാർ ഇറാഖിൽ നിന്ന് പോയ ആളുകളാണ്. എബ്രഹാം, ഞങ്ങളൊക്കെ പൂർവ്വ പിതാമഹനുണ്ട് എബ്രഹാം, മൂപ്പര് ഇറാഖിൽ നിന്ന് പോയ ആളാണ്. അന്ന് അവിടെ മൂപ്പരോടൊപ്പം അവിടെ കുറേ ജനങ്ങൾ ജീവിച്ചിരുന്നു. അപ്പോൾ അവരുടേതല്ല ഭൂമി, അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ ഏതായാലും ഈ പ്രശ്നം എങ്ങനെ തീർക്കുക എന്നുള്ളത് അങ്ങനെ കിച്ചനറാണ് അബ്രഹാമിക് അക്കോർഡ്. അത് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞത് എന്ന് വെച്ചാൽ അബ്രഹാമിക് അക്കോർഡ് എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദുബായ് പോലുള്ള രാജ്യങ്ങൾ, ജൂതന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്രായേൽ, ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേരിക്ക. അപ്പോൾ ഈ അബ്രഹാമിക് ട്രഡീഷനുള്ള 3 മതങ്ങളെ ഒരുമിച്ചുകൊണ്ടുള്ള ഒരു അക്കോർഡാണ് പലസ്തീൻ സമാധാനം കൊണ്ടുവരാൻ. അത് ഈ ട്രംപ് ഫസ്റ്റ് ടൈമിൽ അത് ഓക്കെ ആക്കിയിരുന്നു. അപ്പോൾ അതാണ് സത്യത്തിൽ ഹമാസിനെയും നെതന്യാഹുവിനെയും ചൊടിപ്പിച്ചത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും സമാധാനം വന്നാൽ ഇവർക്ക് ബിസിനസ് എടുക്കുന്നത്. നെതന്യാഹു പോലോ കള്ളനാണ്, അവിടെ ഇഷ്ടംപോലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അയാളുടെ പേരിൽ. നമ്മളിവിടെ കൈയടിക്കുന്നു നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹു സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് ഹമാസ് പോയി അടിച്ചതാണ്. ഹമാസ് ശരിക്കും മൊസാദിൻ്റെ ഒരു സൃഷ്ടിയും കൂടിയാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ കുറ്റമായി. ഇപ്പം ഈ ട്രംപിൻ്റെ ആത്മകഥ എഴുതിയ ആളും തന്നെ, ട്രംപ് അത് തന്നെയാണ് വിശ്വസിക്കുന്നത്, ആ നെതന്യാഹു ഉണ്ടാക്കിയ യുദ്ധമാണ്. അപ്പം മാത്രമല്ല ട്രംപിന് വലിയ നെതന്യാഹുവിന് വലിയ കാര്യമില്ലെന്നാണ് കേൾക്കുന്നത്. അപ്പം ഈ പ്രശ്നം തീർക്കാൻ എന്താ വഴിയെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾ പറയുന്നത് വെച്ചാൽ 2 രാജ്യം വേണം. ഇസ്രായേൽ പറയുന്നത് മുസ്ലിം സ്റ്റേറ്റും വേണം, ഒരു ജൂത സ്റ്റേറ്റും വേണം. ജൂതന്മാർ പറയുന്നത്, ജൂതന്മാരുടെ സിയോണിസ്റ്റുകൾ, ഇസ്രായേൽ പറയുന്നത് 2 രാജ്യം അംഗീകരിക്കില്ല എന്നുള്ളതാണ്. 2 രാജ്യം അംഗീകരിക്കാതെ എന്ത് ചെയ്യും? 2 രാജ്യം അതിൽ അവർ അമേരിക്ക ഇസ്രായേൽ 2 രാജ്യം പറ്റില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 2 രാജ്യം പറ്റില്ല. പക്ഷെ അമേരിക്ക 2 രാജ്യം പറ്റും എന്ന് തീരുമാനം എടുത്താൽ 2 രാജ്യം പറ്റും. അമേരിക്ക പറ്റുമെന്നുള്ളതാണ്. അതായത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പവറുള്ള ഒരു അറബ് രാജ്യം വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതോടുകൂടി തൽക്കാലം ഈ പ്രശ്നം ഒരുവിധമൊക്കെ തീർന്നു കിട്ടും. പിന്നെ ഹമാസിനെ ഫിനിഷ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഒരു തീരുമാനം ട്രംപിന് അങ്ങനെ തീരുമാനം എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ അമേരിക്കയിലെ ഓരോ ന്യൂസ് ചാനലുകളൊക്കെ വെച്ചതുകൊണ്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം പുലരുന്ന വലിയൊരു കാരണമായി തീരും. ട്രംപിന് നോബൽ സമ്മാനം കിട്ടും. ട്രംപിനാണെങ്കിലും മൂപ്പരെ ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ശരിയില്ലാത്തതാണ്. അതുകൊണ്ട് നോബൽ സമ്മാനം കിട്ടി ചരിത്രത്തിൽ ഇടം പിടിക്കണമെന്ന് മൂപ്പർക്ക് അവകാശമുണ്ട്, ഒരാഗ്രഹമുണ്ട്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടും. അപ്പോൾ അങ്ങനെ തീരുമാനം അദ്ദേഹത്തിന് എടുപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അത് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അങ്ങനെ എടുപ്പിക്കാൻ പറ്റിയെങ്കിൽ അത് ട്രംപിന് മാത്രമേ പറ്റുള്ളൂ. അതിന് ട്രംപിന് തീവ്ര അമേരിക്കൻ വലതുപക്ഷത്തിൻ്റെ സ്വാധീനമുണ്ട്. പക്ഷെ അത് സാധ്യമാകുന്നതാണ് ഇപ്പോൾ ട്രംപ് സാധ്യമാകുന്ന അമേരിക്കൻ പൊളിറ്റിക്സ് ജൂതന്മാർക്ക് വലിയ കഴിയുണ്ട്. എന്നാൽ ജൂതന്മാരെ എതിർക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളും ഉണ്ട് അവിടെ. അമേരിക്കക്കാർ ബിസിനസ് ഫോർഡൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടതോടുകൂടി അവരൊന്ന് ഡൗൺ ആയി, എതിര് വിഭാഗം. അപ്പോൾ എതിര് വിഭാഗം സ്ട്രോങ് ആവുന്നുണ്ട്. പലപ്പോഴും ജൂതന്മാർക്ക് വേണ്ടി അനാവശ്യ യുദ്ധങ്ങൾ അമേരിക്ക നടത്തുന്നുള്ള ഫീലിംഗ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ജൂതന്മാരുടെ അതിൻ്റെ മറികടന്നുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനം അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുവാണെങ്കിൽ. ട്രംപ് ഭ്രാന്തനാണ്, ഞാൻ പറഞ്ഞല്ലോ. ഭ്രാന്തന്മാരെ ലോകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഈ ലോകം മാറ്റി നോക്കിയാൽ ആരെടുത്ത് നോക്കിയാൽ അവർക്ക് ചെറിയ ഭ്രാന്തിൻ്റെ ഒരു അവരെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ ജനിച്ചെങ്ങനെ നിങ്ങൾ ഊളം പറയാൻ കൊണ്ടുവച്ചിട്ടായിരുന്നു. സീരിയസ്ലി നിങ്ങൾ നോക്കിയോ, ലോകം മാറ്റി മൊത്തത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളോ, ഞാൻ പേര് പറയുന്നില്ല, പല ആളുകളുടെയും സെൻറ്റിമെൻറ്റ്സിനെ അത് ബാധിക്കും. ഈ നമ്മളൊന്നും ബാധിക്കാതെ അലക്സാണ്ടറിന് ഭ്രാന്തുണ്ടായിരുന്നു, ഈ ഭ്രാന്തിൻ്റെതായ സ്വഭാവം ഉണ്ടായിരുന്നു, പലരും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ ആളുകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, ആരെ അനുസരിക്കാതിരിക്കുക, തീരുമാനങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു തന്നെ ഇൻസാനിറ്റി എന്ന് പറയും. ഇത് ലോകത്തെ മാറ്റി മറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നു.
നമ്മൾ ഇന്ത്യൻ കൊണ്ടക്ഷൻ പലരും പേര് പറയാത്തതുകൊണ്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പലരുടെയും വികാരങ്ങളെ ഗുണപ്പെടും. അപ്പോൾ അലക്സാണ്ടറിനെ പറഞ്ഞാൽ നമ്മളെ വികാരം ഗുണപ്പെടില്ലല്ലോ. അങ്ങനെ അലക്സാണ്ടർ ക്രിസ്ത്യാനി പോലും ആയിരുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ബന്ധപ്പെടെ പക്ഷേ ഇപ്പോൾ ആരും പറഞ്ഞാൽ അവരുടെ വികാരം പോകും. അലക്സാണ്ടർ ക്രിസ്ത്യാനി പോലെ ജീസസ് ജനിക്കുന്നതിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്, ജൂതനുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും എഫക്റ്റഡ് അല്ല അലക്സാണ്ടർ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അത് സാധ്യമാകാം, സാധ്യമായത് വലിയ സംഭവമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.